എൻ്റെ അസുഖം മാറിയാൽ മാത്രമേ എൻ്റെ കൊച്ചുങ്ങളെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എൻ്റെ ഓപ്പറേഷൻ നടത്താൻ നിങ്ങളെ മുമ്പിൽ ഞാൻ കൈ നീട്ടേണ്. വിധി ക്രൂരമായി വേട്ടയാടുന്ന ഒരു കുടുംബത്തിന്റെ കണ്ണീർ ചടയമംഗലത്തിന്റെ നോവാകുന്നു. പോരയിടം SN മൻസിലിൽ 36 വയസ്സുകാരിയായ നസീല ബീവിയാണ് ക്യാൻസർ ബാധിച്ച് മരണത്തോട് മല്ലിടുന്നത്. ആശുപത്രി വരാന്തയിൽ ആകസ്മികമായി കുഴങ്ങി വീണ നസീലയ്ക്ക് പരിശോധനയിൽ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിച്ച ഗുരുതരമായ ക്യാൻസർ സ്ഥിരീകരിക്കുകയായിരുന്നു. അമ്മയുടെ രോഗവിവരമറിയാതെ അവർ എന്ന് തിരികെ വരുമെന്ന് കാത്തിരിക്കുന്ന 3 പെൺകുഞ്ഞുങ്ങളാണ് ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ വേദന. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി കാത്തിരിക്കുകയാണ് ഈ വീട്ടമ്മ. ചികിത്സയ്ക്കായി ആവശ്യമായ 10 ലക്ഷം രൂപ കണ്ടെത്താൻ ഈ നിർധന കുടുംബത്തിന് നിലവിൽ ഒരു മാർഗവുമില്ല. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നാസിലാണ്. എനിക്ക് 3 പെൺമക്കൾ. മൂത്ത മോക്ക് 18 വയസ്സ്, രണ്ടാമത്തെ മോക്ക് 17 വയസ്സ്, മൂന്നാമത്തെ മോക്ക് 14 വയസ്സ്. ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തല കറങ്ങി വീണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നെയ്യാറ്റിൻകര കിംസ് ഹോസ്പിറ്റലിലാണ്. ഇനി ഓപ്പറേഷൻ ചെയ്യാൻ 10 ലക്ഷം രൂപ പുറത്ത് വേണം. എല്ലാവരും എന്നെ സഹായിക്കണം. എല്ലാവരും എന്നെ സഹായിച്ച് എന്നെ ഓപ്പറേഷൻ നടത്തി തന്നെ. എൻ്റെ മക്കൾ പഠിക്കുന്നതാണ്. മക്കളെ പഠിക്കാൻ വിടാൻ പോലും നിവൃത്തിയില്ല. എൻ്റെ അസുഖം മാറിയാൽ മാത്രമേ എൻ്റെ കൊച്ചുങ്ങളെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എൻ്റെ ഓപ്പറേഷൻ നടത്താൻ നിങ്ങളെ മുമ്പിൽ ഞാൻ കൈ നീട്ടേണ്. എല്ലാവരും എന്നെ സഹായിച്ചാൽ മാത്രമേ ഈ ഫണ്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. ഉള്ള വീടും സ്ഥലവും പണയപ്പെടുത്തിയും കടം വാങ്ങിയും ഇതിനോടകം തന്നെ ഇവർ വലിയ ബാധ്യതയിലാണ്. മേജർ സർജറി നടത്തിയാൽ മാത്രമേ നസീലയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകൂ എന്ന് ഡോക്ടർമാർ പറയുന്നു. സുമനസുകൾ കനിഞ്ഞാൽ മാത്രമേ ആ 3 പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ അമ്മയെ തിരിച്ചു കിട്ടുകയുള്ളൂ. നമുക്ക് കൈകോർക്കാം. നിങ്ങളാൽ കഴിയുന്ന ചെറിയൊരു തുക പോലും ഈ കുടുംബത്തിന് വലിയൊരു ആശ്വാസമാണ്. ഒരു ജീവൻ നിലനിർത്താനും 3 കുരുന്നുകളുടെ കണ്ണീരൊപ്പാനും നമുക്ക് സാധിക്കും. ഈ വാർത്ത പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ദയവായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ഷെയറും ആ അമ്മയുടെ ജീവിതത്തിലേക്കുള്ള ദൂരമാണ് കുറയുന്നത്. ഈ വലിയ ദൗത്യത്തിൽ നമുക്കും പങ്കാളികളാകാം. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് ന്യൂസ്.